നമസ്കാരം. എം.എ. ബേബിക്ക് ശിക്ഷ വിധിച്ചു. പാർട്ടി ജനറൽ സെക്രട്ടറി ചെയ്തത് വലിയ തെറ്റ്. കേരളത്തിലെ ഇടതുപക്ഷത്തെ ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് ആര് എന്ന് ചോദിച്ചാൽ പിണറായിയും ഗോവിന്ദനും മാത്രമല്ല. എം.എ. ബേബിയും ഉണർന്ന് പ്രവർത്തിച്ചില്ല എന്നും അടിമുടി മാറിയില്ലെങ്കിൽ CPM ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന സത്യം മനസ്സിലാക്കാൻ കഴിയാതെ പോയതും പാർട്ടിയുടെ തകർച്ചയുടെ ആഘാതം കൂട്ടിയെന്നുള്ളതാണ്. മുകളിൽ നിന്നും കെട്ടിപ്പടുത്ത പാർട്ടിയാണ് CPM എന്ന ബോധ്യം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിക്ക് ഇല്ലാതെ പോയതാണ് ഇന്നത്തെ ഈ അവസ്ഥ പാർട്ടിക്കുണ്ടായതെന്നുകൂടി പറയേണ്ടി വരും. തിരഞ്ഞെടുപ്പ് തോൽവിയിൽ CPMൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ജാഗ്രത കുറവുണ്ടായി എന്ന എം.എ. ബേബിയുടെ തുറന്നു പറച്ചിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള MV ഗോവിന്ദൻ മാസ്റ്റർക്കെതിരായിട്ടുള്ള പ്രതികരണം മാത്രമല്ല, അത് പിണറായി വിജയനെതിരായിട്ടുള്ള CPM ദേശീയ ജനറൽ സെക്രട്ടറിയുടെ നിലപാട് കൂടിയാണ് എന്നുള്ള വിലയിരുത്തപ്പെടുതൽ ഉണ്ട്. കാരണം CPM സ്ഥാനാർത്ഥി നിർണയം യഥാർത്ഥത്തിൽ നടത്തിയത് ഈ രണ്ട് നേതാക്കന്മാർ ചേർന്നാണ്, ഗോവിന്ദനും പിണറായി വിജയനും. ജില്ലാ ഘടകങ്ങളുടെയും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെയും വികാരം മാനിക്കാതെ അവരെടുത്ത സ്ഥാനാർത്ഥി നിർണയമാണ് ഇത്തവണ CPMൽ ഉണ്ടായിരിക്കുന്നത് എന്നതാണ്. ഇതൊരു ഏകാധിപത്യ പ്രവണത കൂടിയാണ്. അതേസമയം തന്നെ ഇപ്പോൾ ഇങ്ങനെ തുറന്നു പറയാൻ സധൈര്യം കാണിച്ച എം.എ. ബേബി ഇക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തെ തിരുത്താൻ അനിവാര്യമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ ഒന്നും തന്നെ തയ്യാറായിട്ടില്ല എന്നതും പറയാതിരിക്കാൻ കഴിയില്ല. സീതാറാം യെച്ചൂരി ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ CPMന് ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേർ ഇന്നും CPMൻ്റെ നേതൃനിരയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പാർട്ടിക്ക് ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട് എന്നും പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും സ്ഥാനാർത്ഥികളെക്കുറിച്ച് ഉയർന്ന വിമർശനങ്ങൾ പാർട്ടി പരിശോധിക്കുമെന്നും പറയുന്ന ഈ എം.എ. ബേബി CPM ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എന്ത് നടപടിയാണ് തനിക്ക് മുന്നിൽ വന്ന പരാതികളിൽ സ്വീകരിച്ചത് എന്നത് വ്യക്തമാക്കേണ്ടതാണ്. എം.എ. ബേബി ചൂണ്ടിക്കാണിച്ച കണ്ണൂർ ജില്ലയിലെ 2 മണ്ഡലങ്ങളിൽ മാത്രമല്ല, മറ്റ് പല മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി നിർണയവുമായിട്ട് ബന്ധപ്പെട്ടും പാർട്ടിക്കുള്ളിൽ പരാതി ഉയർന്നിട്ടുണ്ടായിരുന്നു. എന്തിനേറെ പറയുന്നു, പിണറായി വിജയൻ വീണ്ടും മത്സരിച്ചാൽ തിരിച്ചടിയാകുമെന്ന ആശങ്കയും CPMനകത്ത് വ്യാപകമായിരുന്നു. എന്നിട്ടും അനങ്ങാപ്പാറ നയമാണ് CPMൻ്റെ കേന്ദ്ര നേതൃത്വവും എം.എ. ബേബിയും ഒക്കെ സ്വീകരിച്ചത്. അപ്പോൾ ഇതിനൊക്കെ കൂടിയുള്ള തിരിച്ചടിയാണ് ഇപ്പോഴത്തെ ഈ വമ്പൻ തോൽവി എന്നുള്ളത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടികൾ ഗൗരവമായിട്ട് കണ്ട് ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ അല്ലെങ്കിൽ ആ തിരുത്തൽ നടപടികളൊക്കെ സ്വീകരിക്കാൻ CPM ഒരുങ്ങുന്നതായിട്ട് എം.എ. ബേബി ഇപ്പോൾ പറയുന്നുണ്ടെങ്കിലും അത് നടക്കുമോ എന്നുള്ളത് കണ്ട് തന്നെ അറിയണം. ആദ്യം വീഴ്ച ഏറ്റുപറയേണ്ടത് CPM കേന്ദ്ര നേതൃത്വമാണ്. കാരണം മുകളിൽ നിന്നും പടുത്തുയർത്തിയ പാർട്ടിയായിട്ടും സംസ്ഥാന ഘടകത്തെ നിയന്ത്രിച്ച് നിർത്തുന്നതിൽ വലിയ വീഴ്ച CPM പോളിറ്റ് ബ്യൂറോയ്ക്കും കേന്ദ്ര കമ്മിറ്റിയും പറ്റിയിട്ടുണ്ട് എന്നത് ആദ്യം നേതൃത്വം ഉൾക്കൊള്ളേണ്ടതാണ്. അപ്പോൾ ആ വീഴ്ച സമ്മതിക്കുകയും വേണം, എന്നിട്ടും വേണം തെറ്റുതിരുത്തൽ നടപടികളിലേക്ക് കടക്കുവാൻ. അങ്ങനെ ചെയ്യാതെ പാർട്ടിക്ക് സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാനാണ് കേന്ദ്ര കമ്മിറ്റി തീരുമാനമെന്ന് ബേബി ചുമ്മാ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. മാറ്റം അടിമുടി വേണം, എങ്കിൽ മാത്രമേ ഇനിയൊരു തിരിച്ചുവരവ് കേരളത്തിൽ ഇടതുപക്ഷത്തിന് സാധ്യമാകുകയുള്ളൂ. അങ്ങനെ മാറ്റം സംഭവിക്കാതെ എം.എ. ബേബി മുന്നോട്ട് പോയാൽ, ഈ MV ഗോവിന്ദനെയും പിണറായി വിജയനെയും തന്നെ വീണ്ടും ഇരുത്തി മുന്നോട്ട് പോയാൽ ഈ പാർട്ടിയുടെ ഗതി എന്താകുമെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. ഇപ്പോൾ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് ഉൾപ്പെടെ നയപരമായിട്ടുള്ള പല കാര്യങ്ങളിലും പിണറായി വിജയൻ എടുത്ത നിലപാട് അന്നേ CPM പോളിറ്റ് ബ്യൂറോ ഇടപെട്ട് തിരുത്തണമായിരുന്നു. പക്ഷേ ദൗർഭാഗ്യം വെച്ചാൽ അത് സംഭവിച്ചിട്ടില്ല. ഒടുവിൽ ഘടകകക്ഷിയായിട്ടുള്ള CPI നിലപാട് കടുപ്പിച്ചതുകൊണ്ട് മാത്രമാണ് ഈ പദ്ധതിയുമായിട്ട് ഇടതു സർക്കാർ മുന്നോട്ട് പോകാതിരുന്നത് എന്നതും നമ്മളാരും മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ UDF സർക്കാർ PM ശ്രീ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ CPMൻ്റെ പ്രതിഷേധം ഏശാതിരിക്കുന്നത്. കാരണം രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ സംഘപരിവാർ ബുദ്ധിയിൽ പറഞ്ഞ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയായിട്ടുള്ള PM ശ്രീയെ എതിർക്കാൻ CPIക്ക് അല്ലാതെ CPMന് ധാർമ്മികമായിട്ടുള്ള ഒരു അവകാശവുമില്ല. അതെന്തായാലും പറയാതിരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ അതുപോലെ തന്നെ ജാതിക്കും മതത്തിനും നിറത്തിനും എല്ലാം അതീതമായിട്ട് മനുഷ്യരായിട്ട് മാത്രം കണ്ട് നിലപാട് സ്വീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അവർ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ ശബരിമലയിൽ അയ്യപ്പ സംഗമം നടത്തിയതും UP മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥിൻ്റെ ആശംസ അത് വേദിയിൽ വെച്ച് CPM നേതാവായിട്ടുള്ള മന്ത്രി VN വാസവൻ വായിച്ചതും എല്ലാം CPMൻ്റെ അടിത്തറ തകർക്കുന്ന നിലപാടായിട്ടാണ് മാറിയത്. അപ്പോൾ ഈ ഒറ്റ കാരണം കൊണ്ട് മാത്രം VN വാസവനെ CPMൽ നിന്നും പുറത്താക്കണമായിരുന്നു. അത്രയും വലിയ തെറ്റാണ് കമ്മ്യൂണിസ്റ്റുകൾ പ്രത്യയശാസ്ത്രപരമായിട്ട് തന്നെ ശത്രുവായി പ്രഖ്യാപിച്ച കാവ്യ രാഷ്ട്രീയത്തിൻ്റെ പ്രധാന മുന്നണി പോരാളിയെ അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിച്ചത് വഴി അന്നത്തെ ദേവസ്വം മന്ത്രിയായിട്ടുള്ള VN വാസവൻ ചെയ്തു കൂട്ടിയത് അതായിരുന്നു. അതിന് നടപടി ഉണ്ടായോ? നടപടി എടുത്തോ? VN വാസവനെ പാർട്ടിക്ക് പുറത്താക്കിയോ? ഇതൊന്നും സംഭവിച്ചില്ല. അപ്പോൾ ഈ ചടങ്ങിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഉളുപ്പുമില്ലാതെയാണ് ഔദ്യോഗിക കാറിൽ വെള്ളാപ്പള്ളി നടേശനെ ആനയിച്ചിരുന്നത്. വിദ്വേഷ പ്രസംഗം നടത്തി മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന ഇത്തരം ആളുകളുമായിട്ടുള്ള പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ അടുപ്പവും ചങ്ങാത്തവുമാണ് ഈ തിരിച്ചടികൾക്ക് മറ്റൊരു കാരണം. ഇടതുപക്ഷത്തിൻ്റെ തിരിച്ചടിക്ക് മറ്റൊരു പ്രധാന കാരണമായിട്ട് ഇതിനെ തന്നെ കാണേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ CPM ജനറൽ സെക്രട്ടറി ഇപ്പോൾ തന്നെ പറയുന്ന മറ്റൊരു കാര്യം,
തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നിൽ പ്രധാനമായിട്ടും ജനങ്ങളുമായിട്ട് ആശയവിനിമയം നടത്തുന്നതിൽ പാർട്ടിക്കുണ്ടായിട്ടുള്ള പോരായ്മ ഉണ്ട് എന്നാണ്. ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിലുണ്ടായിട്ടുള്ള പോരായ്മയാണ് അദ്ദേഹം ഇവിടെ ഇത് എടുത്തു പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. കാരണം ഇതിനൊപ്പം തന്നെ വേറെയും പല തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ മനുഷ്യസഹജമായിട്ടുള്ള തെറ്റുകുറ്റങ്ങളുണ്ട് എന്നും ഇതൊക്കെ ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്നുമൊക്കെ കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനം പറഞ്ഞ് എം എ ബേബി ഒഴിഞ്ഞു മാറുന്നുമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരുന്നത് തന്നെ കഷ്ടമാണ്. ഇടതുപക്ഷ ചിന്തകർ പോലും അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണ്. എന്നു മുതലാണ് ജനങ്ങളുടെ സ്പന്ദനം അറിയുന്നതിൽ CPM പിന്നോട്ട് പോയത് എന്നതാണ് നേതൃത്വം ആഴത്തിൽ പരിശോധിക്കേണ്ടത്. പിണറായി വിജയൻ മുതൽ CPM നേതൃനിരയിലെ ബഹുഭൂരിപക്ഷം നേതാക്കന്മാരടക്കം ജനവികാരം മനസ്സിലാക്കിയല്ല കഴിഞ്ഞ 5 വർഷവും ഭരിച്ചിരുന്നത് എന്നത് ഉറപ്പിച്ചു പറയാൻ ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും പറ്റുമെന്നാണ്. അഹങ്കാരം, ധിക്കാരം, ധാർഷ്ട്യം തുടങ്ങി ജനങ്ങൾ വെറുക്കുന്ന എല്ലാ പ്രവൃത്തിയും അത് പിണറായി മുതൽ താഴോട്ടുള്ള നിരവധി നേതാക്കൾ ചെയ്തിട്ടുണ്ട്. അധികാരത്തോടുള്ള ആർത്തി, അഴിമതി, സ്വജനപക്ഷപാതം എന്നിവയും ഇടതുപക്ഷ ഭരണകാലത്ത് വ്യാപകമായിട്ട് നടത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഏതോ രാജാവിൻ്റെ ഓഫീസ് പോലെയാണ് പ്രവർത്തിച്ചത്. അത് പറയാതിരിക്കാൻ കഴിയില്ല. സ്ത്രീ വിഷയത്തിൽപ്പെട്ട് ഒരിക്കൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ P. ശശിയെ തന്നെ തിരഞ്ഞു പിടിച്ച് പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയ പിണറായി വിജയൻ്റെ നടപടി യഥാർത്ഥത്തിൽ CPM പ്രവർത്തകരോടുള്ള ഒരു വെല്ലുവിളി തന്നെയായിരുന്നു. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ കീഴിൽ പോലീസ് എങ്ങനെയാണ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതെന്ന് വിലയിരുത്തുമ്പോഴാണ് പിണറായി കാലത്ത് പോലീസിനെ നിയന്ത്രിച്ചിരുന്ന ശശി എത്ര വലിയ പരാജയമായിരുന്നു എന്നത് നമ്മൾ തിരിച്ചറിയുന്നത്. മന്ത്രിമാർക്കും ഇടതുപക്ഷ MLA-മാർക്ക് പോലും ആക്സസ് ഇല്ലാത്ത തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ മാറ്റിയതിൽ P. ശശിക്കും CM രവീന്ദ്രനും KK രാഗേഷിനും എല്ലാം വലിയ പങ്കുണ്ട്. ജനങ്ങൾ അകന്നത് അവിടെയാണ്. അപ്പോൾ ഇത്തരം തെറ്റുകൾ എവിടെ നിന്ന് സംഭവിച്ചു എന്നത് മനസ്സിലാക്കി സംഘടനാ തലത്തിൽ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ജനങ്ങൾ ഇനി CPM-നെ വിശ്വസിക്കുകയുള്ളൂ. അതിന് തല മുതൽ അടിമുടി മാറിയേ പറ്റൂ. പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തും MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തും ഇരുന്ന് എന്ത് തെറ്റുതിരുത്തൽ നടപടി സ്വീകരിച്ചാലും അത് പ്രഹസനമായിട്ട് മാത്രമേ മാറൂ. അതുപോലെ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും വലിയ പരാജയമാണ്. നിലവിലെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും കാര്യക്ഷമമായല്ല പ്രവർത്തിക്കുന്നത്. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ മന്ത്രിമാരെ പിടിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എടുത്തത് അതുതന്നെ വലിയ പിഴവാണ്. കഴിവുള്ള നേതാക്കളെ മാറ്റി നിർത്തി നടത്തിയ സംസ്ഥാന സെക്രട്ടേറിയറ്റ് രൂപീകരണവും ഇടതുപക്ഷത്തിൻ്റെ തോൽവിയിൽ എന്തായാലും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള പ്രചാരണവും തിരിച്ചടിക്ക് കാരണമായ കാരണങ്ങളിൽ ഒന്നാണ്. ഒരു വിലയിരുത്തൽ CPM കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് വൈകിയെങ്കിലും ഉണ്ടാകേണ്ടതാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് സ്വാഗതാർഹമാണ്. അക്കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. നാട് നീളെ വെച്ച കൂറ്റൻ ഫ്ലെക്സുകളിൽ പിണറായി വിജയൻ്റെ പടത്തിന് കൊടുത്ത ക്യാപ്ഷൻ തന്നെ മാറ്റാറുണ്ട് എന്നതാണ്. 10 വർഷം തുടർച്ചയായിട്ട് ഭരിച്ച് പെരുമാറ്റം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഇടതുപക്ഷ അനുഭാവികളിൽ പോലും ഒരു വില്ലൻ പരിവേഷത്തിൽ നിൽക്കുന്ന ഈ പിണറായി വിജയനെ തന്നെ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കാട്ടുമ്പോൾ ഇത്രയും കാലം ചുവപ്പ് രാഷ്ട്രീയത്തിന് വേണ്ടി വോട്ട് ചെയ്ത ഇടതുപക്ഷ അനുഭാവികൾ പോലും രോഷാകുലരാകുന്നതും മാറി ചിന്തിക്കുന്നതും സ്വാഭാവികമാണല്ലോ. അതുകൂടി ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്നുള്ളതാണ്. മനുഷ്യസഹജമായിട്ടുള്ള തെറ്റുകുറ്റങ്ങളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞ് ലളിതവൽക്കരിക്കുവാൻ ശ്രമിച്ചാൽ കൂടുതൽ വലിയ കുഴപ്പത്തിലേക്കായിരിക്കും CPM എന്ന് പറയപ്പെടുന്ന പാർട്ടി തള്ളപ്പെടുക. പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ തിരഞ്ഞെടുത്തത് തന്നെ വലിയ പിഴവാണ്. ദൃശ്യമാധ്യമങ്ങൾ 24 മണിക്കൂറും കണ്ണു തുറന്നിരിക്കുന്ന ഈ കാലത്ത് പിണറായിയുടെ ധിക്കാരപരമായിട്ടുള്ള പെരുമാറ്റങ്ങൾ ഒപ്പമുള്ളവരെ പോലും അകറ്റുന്നതിലേക്കാണ് ഇപ്പോഴും പോകുന്നത് എന്നുള്ളതാണ്. ഇന്നും മാറിയിട്ടില്ല ഈ പിണറായി വിജയൻ. ഇപ്പോഴും ജനങ്ങളോടും മാധ്യമങ്ങളോടും ഒക്കെ കടക്കുപുറത്ത് എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇത് അത്യന്തം അപകടകരമായിട്ടുള്ള സാഹചര്യമാണ്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ്റെ അടക്കമുള്ള ഈ ഒരു രീതി എന്ന് പറയപ്പെടുന്നത് മാറ്റേണ്ടതാണ്. അല്ലെങ്കിൽ പാർട്ടി ഇത് മാറ്റിക്കേണ്ടതാണ്. ഇതൊന്നും ചോദ്യം ചെയ്യാൻ ഈ പാർട്ടിയിൽ ആരുമില്ലേ എന്ന ചോദ്യം വരുമ്പോൾ സ്വയം വിമർശനം നടത്തേണ്ടത് ജനറൽ സെക്രട്ടറി മുതൽ ബ്രാഞ്ച് മെമ്പർ വരെയാണ്. വീഴ്ചകൾ എല്ലാവർക്കും ഒരുപോലെ അല്ലെങ്കിലും ഓരോ തലത്തിലുണ്ടായ പോരായ്മകൾ മുഖം നോക്കാതെ തന്നെ പരിഹരിക്കപ്പെടണം. അതിനുള്ള ആർജവമാണ് CPM ദേശീയ നേതൃത്വം ഇനിയെങ്കിലും കാണിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് CPM പോലുള്ള പാർട്ടികളിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഉയർന്ന ധാർമ്മികമായിട്ടുള്ള നിലവാരമെന്നാണ് MA ബേബിയോട് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് MA ബേബിയെപ്പോലൊരാൾ ഈ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ ഈ പാർട്ടി കുത്തഴിഞ്ഞ് ഇല്ലാതായി തീരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പിന്നിൽ MA ബേബിയാണ് എന്നുള്ളത് തന്നെയാണ്. പാർട്ടി ശിക്ഷ വിധിക്കേണ്ടത് ആദ്യം MA ബേബിയെ പോലുള്ളവർക്കാണ്. പാർട്ടി ജനറൽ സെക്രട്ടറി ചെയ്തത് വലിയ തെറ്റാണ്, വലിയ അക്ഷന്തവ്യമായിട്ടുള്ള തെറ്റാണ്, അപരാധമാണ്. കാരണം കേരളത്തിലെ ഇടതുപക്ഷത്തെ ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചതിൽ വലിയ പങ്ക് വഹിച്ച ഒരാൾ MA ബേബി കൂടിയാണ് എന്ന് പറഞ്ഞിരിക്കും. തെറ്റ് ചെയ്തപ്പോൾ അത് ഗോവിന്ദനാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും പാർട്ടിക്ക് പുറത്ത് നിർത്തണമായിരുന്നു.
അല്ലെങ്കിൽ നടപടി സ്വീകരിക്കണമായിരുന്നു. അന്നൊന്നും ഇങ്ങനെ എം എ ബേബി ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ല. അങ്ങനെ ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ അടിമുടി മാറിയേനെ ഈ CPM. ഇനി അത്തരത്തിലൊരു അടിമുടി മാറ്റം ഇത് ഈ പാർട്ടിക്കകത്ത് ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ CPM ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. ആ സത്യം മനസ്സിലാക്കാൻ കഴിയാതായി പോകുന്ന ഒരു ജനറൽ സെക്രട്ടറിയായിട്ട് തരം താണു പോകുന്നു എം എ ബേബി. തോൽവികളുടെ ആഘാതം കൂട്ടിയത് ഇതൊക്കെയാണ് എന്ന് തിരിച്ചറിയുവാനുള്ള മൂളയും ബുദ്ധിയുമെങ്കിലും എം എ ബേബിയെപ്പോലൊരു ബുദ്ധിജീവിക്ക് വേണ്ടതല്ലേ. മുകളിൽ നിന്നും കെട്ടിപ്പടുത്ത പാർട്ടിയാണ് CPM എന്ന ബോധ്യം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിക്ക് ഇല്ലാതെ പോയത് എവിടെയാണോ അവിടെയാണ് ഈ പാർട്ടിയുടെ ഇത്തരത്തിലുള്ളൊരു അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്നത്. ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് പാർട്ടിക്കുണ്ടായത് എന്ന് പറയപ്പെടുന്ന ഈ കാരണങ്ങളൊക്കെ എം എ ബേബി അടക്കമുള്ളവരുടെ പിടിപ്പുകേട് കൊണ്ടുണ്ടായതാണ്. മാറ്റുമ്പോൾ പിണറായി വിജയനും MV ഗോവിന്ദനും മാത്രമല്ല മാറേണ്ടത്, എം എ ബേബി അടക്കം മാറണം. ഈ പാർട്ടിയെ അടിമുടി മാറ്റി ഉടച്ചു വാർക്കേണ്ട സമയമായിരിക്കുന്നു. അങ്ങനെ ഒരു സാധ്യത, ഒരു മാറ്റം, അടിമുടി മാറ്റം ബ്രാഞ്ച് തലം മുതൽ പോളിറ്റ് ബ്യൂറോ വരെ മാറിയില്ല എന്നുണ്ടെങ്കിൽ ഈ പാർട്ടി ചരിത്രത്തിൻ്റെ ഭാഗമായി തീരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.